എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം. എത്ര പണിയെടുത്തിട്ടും എന്തു ചെയ്താലും ഗതി പിടിക്കാത്ത ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പൈസ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചിലവിലൂടെ നമുക്കെന്താണ് അത് ആ പൈസകളൊക്കെ ചിലവായി പോകും. പിറ്റേ ദിവസം ചിലപ്പോൾ പണിക്ക് പോകാൻ തന്നെ പൈസ ഉണ്ടാവില്ല. ഒരു വണ്ടിക്കൂലി പോലും ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോലും കയ്യിൽ ഇരിക്കാത്തൊരവസ്ഥ. ഇത് ഒരുപാട് പേരുണ്ട്. പണമുണ്ടായി, എനിക്ക് ഒരുപാട് വരുമാനമുണ്ട് വൈദ്യരെ, പൈസ ഒരുപാട് കിട്ടുന്നുണ്ട് വൈദ്യരെ, പക്ഷേ ഒരു കാര്യത്തിന് മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നതിൽ തന്നെ നമുക്ക് ആ ഒരു കടമ്പ, നമ്മളിൽ കിട്ടുന്ന പണം സമ്പാദ്യമായി വരാനും അതുപോലെ തന്നെ നമുക്കത് സ്വർണം ആഭരണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവാനൊക്കെയുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു കാര്യം. ഈ സൗഭാഗ്യം പണം ഉണ്ടാവണതും പണിയെടുക്കുന്നതും പണം വരുന്നതും പണം ചെലവാക്കുന്നതും നമ്മൾ തന്നെ. അങ്ങനെയാണ് നമ്മൾ നശിക്കുന്നത്. ഈ നശിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്കുള്ള ദുർച്ചെലവുകൾ നമ്മളെ വീട്ടിൽ വരുന്നത് കൊണ്ടാണ് ഈ സമ്പാദ്യം ഉണ്ടാവാത്തത്. പിന്നെ ചില ആൾക്കാരുടെ സമ്പാദ്യം നഷ്ടപ്പെടുന്നത് മറ്റുള്ള കോമ്പറ്റീഷൻ, അവൻ ഒന്ന് മേടിച്ചാൽ ഞാൻ രണ്ടെണ്ണം മേടിക്കും എന്നുള്ള ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് ഇറുക്കി പിടിച്ചിട്ട് പോലും എടുത്തു വയ്ക്കാൻ പറ്റാത്ത ഒരു കാര്യം. ഇനിയിപ്പോൾ അഥവാ ചിട്ടിയൊക്കെ പിടിച്ചാലോ, ഒരു കുറി ചേർന്നു അതടച്ചു, അത് അവസാനം കൊല്ലാവസാനം വട്ടെത്തി നമ്മളിലേക്ക് എത്തുമ്പോഴേക്കും അപ്പോൾ ആർക്കെങ്കിലും വയ്യാണ്ടായി അത് നേരെ ആസ്പത്രി കൊണ്ടുകൊടുക്കേണ്ടത്. ഇതുപോലെ തന്നെ സമ്പാദിക്കാൻ പറ്റാതെ മാനസികമായിട്ട് തളർന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ഗതി പിടിക്കാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് മതക്കാർക്കും ചെയ്യാൻ പറ്റും. ഈ സമ്പാദ്യം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടും പണം ഉണ്ടാക്കാനൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുബേര മന്ത്രം നമുക്ക് ജപിച്ചാൽ മതി. ഈ കുബേര മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന പ്രകമ്പനം എന്ന് പറയുന്നത് ധന ആഗമന വശ്യ പവറാണ് ഉണ്ടാവുക. ഈ ധന ആഗമന വശ്യ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് പണിയെടുക്കുന്നതിലൂടെ വരുമാനം കൂടുതൽ വരാനും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിലൂടെ പണം കൂടുതൽ വരാനും, അതുപോലെ നമ്മൾ എന്തെങ്കിലും കച്ചവടങ്ങളോ എന്തൊക്കെയോ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ കൂടുതൽ ഇൻകം വരാനും, കിട്ടിയത് കൊണ്ട് നമുക്ക് ജീവിതം കഴിഞ്ഞതിന് ശേഷം സമ്പാദ്യമാക്കി മാറ്റാവുന്ന തരത്തിലുള്ള ഐശ്വര്യം നമ്മളിൽ, ബുദ്ധിയും ബോധവും കഴിവും ഐശ്വര്യം നമ്മളിൽ വന്നു ചേരുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. അതാണ് ഈ ഗുണം. ഇപ്പോൾ ഓരോ മന്ത്രങ്ങൾക്കും ഓരോരോ ആവശ്യങ്ങളും ഓരോരോ ഗുണങ്ങളുമാണ്. അപ്പോൾ അത് ഓരോരോ ഗുണങ്ങളാണ്. ഈ ഗുണം എന്നതിന് ആവശ്യാനുസരണമാണ് നമ്മളിത് കൈകാര്യം ചെയ്യുക. കാരണം നമുക്ക് വെറുതെ ഒരു കുഴപ്പമില്ലാത്ത ആൾ കുബേരമന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം ഇതാണ്. ചിലപ്പോൾ അത് സ്ഥലപരമായിട്ടുള്ള പ്രശ്നമാവാം, നമുക്ക് കുടുംബപരമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ടോ ശത്രുബാധകളെ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നശിക്കേണ്ടതായിട്ടുള്ള മറ്റുള്ള ആൾക്കാരുടെ പാരവെപ്പ് കൊണ്ടോ ഒക്കെ ആവാം നമുക്ക് ഈ ധനനഷ്ടം വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പിന്നെ 100 പവൻ കിട്ടിയ ആൾ പോലും മുക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്മൽ പോലും ഇടാനില്ലാത്ത തരത്തിലേക്ക് ഒരു സ്വർണം 5 പൈസയുടെ സാധനം വീട്ടിലിരിക്കാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ് ഈ സംഭവം, ഈ കുബേരമന്ത്രം ജപിക്കുന്നത്. ഈ കുബേരമന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട്. ഈ പ്രത്യേകത എന്ന് പറയുന്നത് കുളിച്ച് ശുദ്ധമായിട്ട് ഇരുന്നു കൊണ്ടാണ് നമ്മൾ ജപിക്കേണ്ടത്. ഈ ജപിക്കുന്ന സമയത്ത് നമ്മൾ നിലവിളക്ക് കത്തിച്ചിരിക്കണം. എന്ന് വെച്ചാൽ വർക്കത്തും ഐശ്വര്യം അഭിവൃദ്ധിക്കും വേണ്ടി ചെയ്യുന്നൊരു ക്രിയയാണ്. അവിടെ നിലവിളക്കിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതിനുശേഷം എന്താണ്, നമ്മൾ ചന്ദനപ്പടിയൊക്കെ ഭസ്മൊക്കെ തൊട്ട് അല്ലെങ്കിൽ ചന്ദനപ്പടി കൂട്ടിയിരുന്ന് ആണ് ഇവിടെ ചെയ്യുക. രാവിലെ ചെയ്യുന്നവരാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടും, വൈകിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ടാണ് ചെയ്യുക. ഈ മന്ത്രം നമ്മൾ 108 തവണ ജപിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 1000 തവണ ജപിച്ചാൽ വേഗം നടക്കും. അപ്പോൾ നമ്മൾക്ക് 41,000. ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു മന്ത്രസിദ്ധിക്ക് നമുക്ക് 1000 തവണ വീതം 41 ദിവസം ജപിക്കുകയാണ് ഏറ്റവും എഫക്റ്റ്. പക്ഷെ അത് സാധിക്കാത്ത, അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ 108 തവണ ജപിക്കാൻ സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജപിക്കുക. അപ്പോൾ നമ്മുടെ ഈ കാര്യസാധ്യത്തിന് വേണ്ട കാലയളവ് കൂടുതലായി വന്നേക്കാം. അപ്പോൾ എന്നിരുന്നാലും ഇത് ഓരോരുത്തരുടെയും ഭക്തിയുടെയും ആത്മാർത്ഥതയുടെയും ആ ഏകാഗ്രതയുടെയും ഭാഗമായിട്ടാണ് ഇത് ഫലം കിട്ടുന്ന കാര്യം. ഫലം കിട്ടുന്ന പറഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ ഒരാഴ്ച കൊണ്ട് സെറ്റാവും,
ചില ആളുകൾക്ക് ഇത് റെഡി ആയി വരുന്നുണ്ട് എന്ന് തോന്നും, ചില ആളുകൾക്ക് ഇത് എനക്കുണ്ടാവില്ല. അപ്പം നമുക്ക് കടുകട്ടിയായിട്ടുള്ള ദുരിതമുള്ള ആളുകളാണെങ്കിൽ ഇത് കൂടുതൽ ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫലം കിട്ടുമെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക, രാവിലെ ആണെങ്കിൽ വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുക. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ഛന്ദസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് ഈ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരനാണ്. ആ ഋഷീശ്വരൻ എൻ്റെ ജ്ഞാനത്തിലും അറിവിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ മന്ത്രം ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള മുദ്ര പിടിച്ചുകൊണ്ട് ഇവിടെയാണ് ആദ്യം തൊടേണ്ടത്, പിന്നെ ഇവിടെ, പിന്നെ ഹൃദയത്തിലും. ഈ 3 വരിയായിട്ടാണ് ഈ മന്ത്രം. അത് ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ ഈ കുബേര മന്ത്രം ജപിക്കുക. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഈ അവസാനിച്ചാലും ഇതുപോലെ തൊട്ട് ഛന്ദസ് എന്ന് പറയുന്ന മന്ത്രം നമ്മൾ ജപിച്ചിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഫലം നമുക്ക് പൂർണ്ണമായിട്ട് വരിക. ജപിക്കുന്നേക്കാൾ മുമ്പ്, ഈ വിളക്കൊക്കെ ഇരിക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ പ്രകൃതിയിലുള്ള ഇതിലൂടെയാണല്ലോ ഈ എല്ലാ കാര്യം നമ്മളിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗുരുവിനെയും ഗണപതിയെയും പഞ്ചഭൂതങ്ങളെയും നവഗ്രഹങ്ങളെയും അതുപോലെ ഇഷ്ടദേവതകളെയും ധർമ്മദേവതകളെയൊക്കെ പ്രാർത്ഥിച്ച് യോഗീശ്വരന്മാരും ഋഷീശ്വരന്മാരൊക്കെയാണ് നമ്മുടെ ഈ പ്രപഞ്ചശക്തിയുടെ അമൂല്യമായ ഗുരുക്കന്മാർ. അപ്പോൾ അവരോടൊക്കെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുക. അത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു തരത്തിലും നമ്മൾ പിന്നാക്കം പോകില്ല. അതാണ് ഇതിൻ്റെ കാര്യം. കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ പരാജയം. ആ പരാജയം മാറ്റാൻ പോലും നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കട്ടപ്പുകയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പം മന്ത്രം ഇതാണ്. ഛന്ദസ് എന്ന് പറയുന്ന മന്ത്രതാണ് വിശ്രവാകൃഷി ബൃഹദീശ്ചന്ദ ശിവമിത്രോ ധനേശ്വരേ ദേവത. ധനേശ്വരേ ദേവത എന്നാണ് ഈ ഋഷീശ്വരന്മാരുടെ മന്ത്രം. തൊട്ടിട്ടാണ് നമ്മൾ ഈ കുബേര മന്ത്രം തുടങ്ങുന്നത്. ഈ കുബേര മന്ത്രം തുടങ്ങുന്നത് യക്ഷായ കുബേരായ ശ്രവണായ ധനധാന്യാധിപതയേ ധനധാന്യ സമൃദ്ധിമേ ദേഹി ദദാവയ സ്വാഹ. ഇതങ്ങനെ ബൈഹാർട്ടാക്കേണ്ടി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഈ ധനധാന്യങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിയിലൂടെ പറന്ന് നടക്കുന്ന സാധനങ്ങളാണ്. കാരണം ഇന്ന് നമ്മളേലാണ് ചെയ്യും, നാളെ വേറെ ആളല്ലേ. അപ്പം അങ്ങനെ നടക്കുമ്പോൾ ഇത് നമ്മളിലേക്ക് വന്നു ചേരണം. അതിന് വേണ്ട വഴിയാണ് വന്നത്. നല്ല രീതിയിൽ നമ്മളിൽ നിലനിൽക്കും വേണം. അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടി. അപ്പോൾ ഇത് അങ്ങനെയുള്ള പ്രശ്നക്കാരുണ്ടെങ്കിൽ ചൊല്ലുക. ഓരോ ദിവസത്തെ ജപം കഴിഞ്ഞാലും ഓം നമ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ പണിയെടുത്ത് ദരിദ്രനാവണേക്കാൾ നല്ലത് എടുത്ത പണി കൊണ്ട് തന്നെ നമ്മൾ കോടീശ്വരനാവാനുള്ള യോഗം തെളിയിക്കലാണ് ഈ കുബേര ഭഗവാനിൽ നിന്നും കിട്ടുന്ന അനുഗ്രഹം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. ഈ കുബേര ദേവനെ നിങ്ങൾക്കൊക്കെ ഫോട്ടോകളിലൊക്കെ ആൾക്കാർ വീടുകളിലൊക്കെ ആകെ വാങ്ങിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇതാണ് ആ ഫോട്ടോ. നമ്മൾ ഈ 2 പുരികത്തിൻ്റെയും നടുക്കിൽ ധ്യാനിച്ചോണ്ട് ജപിച്ചോളൂ, കാര്യങ്ങളൊക്കെ സെറ്റാവും. ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണ മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷ ദുരിതങ്ങളുടെയും വശീകരണം ആകർഷണ കാര്യസാധ്യ കർമ്മങ്ങളും അതിൻ്റേതായ വീഡിയോകളും ഒക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ. രക്തവസ്ത്രധാരിണി മഹാട്ടഹാസരൂപിണി ശ്മശാന നൃത്തലാലസെ കപാലമാലധാരിണി. രക്തവസ്ത്രധാരിണി മഹാട്ടഹാസരൂപിണി ശ്മശാന നൃത്തലാലസെ കപാലമാലധാരിണി. കൃഷ്ണ